ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ക്ലെൻഡ്. ഇന്ന് നമ്മൾ കേരളയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് ഡോഗ് ബ്രീഡ്സ് തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യുന്നത്. റോട്ട് വീലർ വേഴ്സസ് ലാബ്രഡോർ റിട്രീവർ. ആദ്യം തന്നെ ഈ രണ്ട് ഡോഗ് ബ്രീഡ്സും വളരെ നല്ല ഫാമിലി ഡോഗാണ്. ഇതിൽ നമുക്ക് ലാബിനെ നോക്കുകയെന്നുണ്ടെങ്കിൽ ലാബ് നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ വലിയ കെയറിങ് ഒന്നും നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിലും നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ വളർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. പക്ഷെ അതേസമയം നമ്മൾ റോട്ടിന് അതിൻ്റെ ചെറിയ പപ്പി സ്റ്റേജിൽ തന്നെ നമ്മൾ സോഷ്യലൈസേഷൻ, പിന്നെ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്, പിന്നെ നമ്മൾ ആ വളർത്തുന്ന രീതി ഇത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡോഗ് ബ്രീഡ് അഗ്രസീവ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരിക്കലും ആ ഒരു ഡോഗ് ബ്രീഡിന്റെ മിസ്റ്റേക്ക് അല്ലാതെ നമ്മൾ വളർത്തുന്ന ആളുടെ പരിചയക്കുറവ് കൊണ്ടും എന്താ പറയുക നമ്മളുടെ തെറ്റായിട്ടുള്ള സമീപനം കൊണ്ടും മാത്രമാണ് റോട്ട് അഗ്രസീവ് ആവുന്നത്, അല്ലെങ്കിൽ ആ ഓണറിനെ അനുസരിക്കാതെ വരുന്നത്. പക്ഷെ അതേസമയം ലാബിന് ആ ഒരു പ്രശ്നം, അഗ്രഷൻ എന്നുള്ള ആ ഒരു പ്രശ്നമില്ല. നമ്മൾ എങ്ങനെ വളർത്തി കഴിഞ്ഞാലും വളരെ ഒരു പരിധി വരെ തന്നെ ഫ്രണ്ട്ലി ആയിട്ട്, ഒരു പരിധിയല്ല മുഴുവനായിട്ട് തന്നെ നമുക്ക് പറയാം, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡാണ് ലാബ്. നെക്സ്റ്റ് നമ്മൾ ഇവരുടെ ക്യാരക്ടർ ആൻഡ് എബിലിറ്റീനെ കുറിച്ചാണ് കമ്പയർ ചെയ്യുന്നത്. ഇതിൽ ലാബ് വരുന്നത് ഒരു വാച്ച് ഡോഗ് കാറ്റഗറിയിലാണ്, പക്ഷേ റോട്ട് വരുന്നത് ഒരു ഗാർഡ് ഡോഗ് കാറ്റഗറിയിലാണ്. ഈ ഗാർഡ് ഡോഗും വാച്ച് ഡോഗും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഗാർഡ് ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു കാര്യവും കൂടി വരുന്നുണ്ട്. അതേസമയം വാച്ച് ഡോഗ് എന്ന് പറയുമ്പോൾ അലേർട്ട് എന്ന് മാത്രമേ വരുള്ളൂ. ഇപ്പൊ നമ്മൾ ഇതിനൊരു ഉദാഹരണം എടുക്കുകയെന്നുണ്ടെങ്കിൽ, നമ്മളുടെ പ്രോപ്പർട്ടിയിലോട്ട് നമ്മളുടെ അനുവാദം ഇല്ലാണ്ട് ഒരാൾ കടന്നു വരുവാണ്, എന്നിട്ട് ഓണറിനെ അറ്റാക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ ലാബ് അലേർട്ട്നെസ് ആണ് കാണിക്കുക. പെട്ടെന്ന് തന്നെ ചെന്ന് ആ ഒരു വ്യക്തിനെ അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കടിക്കാനുള്ള ഒരു പ്രവണത അതിൻ്റെ ഒരു ബ്രീഡ് ക്യാരക്ടറായിട്ട് റോട്ടിന്റെ ലാബിന്റെ കാര്യത്തിൽ ഇല്ല. പക്ഷെ അതേസമയം റോട്ടിന്റെ ആ ഒരു കാര്യം എടുക്കുകയെന്നുണ്ടെങ്കിൽ, ഗാർഡ് ഡോഗ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ അതിന് അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രവണത, അതായത് ഇപ്പൊ അതിന്റെ ഓണറിനെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലോട്ട് ഒരാൾ അതിക്രമിച്ച് കയറി വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിനെ ചെന്ന് അറ്റാക്ക് ചെയ്യുക, ബൈറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള ആ ഒരു പ്രവണത അതിന്റെ ഒരു ബ്രീഡ് ക്യാരക്ടറായിട്ട് അതിന്റെ ഒരു ബ്ലഡ് ലൈനിൽ തന്നെ ഉണ്ട്. അതാണ് ഈ രണ്ട് ഗാർഡ് ഡോഗും പിന്നെ അതുകൂടാണ്ട് വാച്ച് ഡോഗും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഈ ഒരു അറ്റാക്കിങ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു കാര്യം ലാബിന് ബ്രീഡ് ക്യാരക്ടറായിട്ട് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനെ ട്രെയിൻ ചെയ്ത്, അതായത് ഒരു പ്രൊട്ടക്ഷൻ ഡോഗായിട്ട് നമുക്ക് ലാബിനെ ഒരു പരിധി വരെ നമുക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ റോട്ടിന്റെ കാര്യത്തിൽ അങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത് എന്താ പറയുക, അതിന്റെ ക്യാരക്ടറിൽ തന്നെ, അതിന്റെ ബ്ലഡ് ലൈനിൽ തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഡോഗ് അല്ലെങ്കിൽ ഗാർഡ് ഡോഗ് എന്നുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. അടുത്തത് ട്രെയിനിങ് ആൻഡ് ഇന്റലിജൻസ് ലെവൽ. ഇത് നമ്മൾ ഈ രണ്ട് ഡോഗ്സിന്റെയും കമ്പയർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ, ലാബാണ് ഒരു ഇത്തിരിയും കൂടി ട്രെയിൻ ചെയ്യാൻ ഈസി, അല്ലെങ്കിൽ ഇത്തിരിയും കൂടി ഇന്റലിജന്റ് എന്നുള്ള ഒരു ഡാറ്റയാണ് നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, നിങ്ങൾ അത് നോക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് റോട്ടിനെ ആണെങ്കിലും ലാബിനെ ട്രെയിൻ ചെയ്യുന്ന പോലെ തന്നെ നല്ല പോലെ ട്രെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അവര് ആ ഒരു ഇന്റലിജൻസ് ലെവൽ എന്ന് പറയുന്നത്, അവര് കുറച്ച് എന്താ പറയുക ഗെയിംസും പിന്നെ കുറച്ച് ഇന്റലിജൻസ് അതിന്റെ മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് അതിന്റെ ഒരു ഗൈഡ് ലൈൻ വെച്ചിട്ടാണ് ഈ ഒരു ഇന്റലിജൻസ് ലെവല് അവര് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഞാനിപ്പോ വളർത്തിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചാണെങ്കിൽ രണ്ടെണ്ണത്തിനെയും നമുക്ക് ഒരേപോലെ തന്നെ ട്രെയിൻ ചെയ്യാൻ പറ്റും. അത് നമ്മളുടെ എന്താ പറയാ ആ ഒരു ഡെഡിക്കേഷനും പിന്നെ അതുകൂടാണ്ട് നമ്മളുടെ ആ ഒരു ക്ഷമയിലും മാത്രമേ കാര്യമുള്ളൂ. ഇവരെ രണ്ട് ഡോഗ്സിനെയും ഈക്വൽ ആയിട്ട് തന്നെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഇവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കുകയെന്നുണ്ടെങ്കിൽ, ലാബിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റോട്ട് ഒരു ഇത്തിരിയും കൂടി ഹൈറ്റും പിന്നെ അതുകൂടാണ്ട് വെയിറ്റും ഉള്ള ഒരു ഡോഗ് ബ്രീഡാണ്. പിന്നെ അതുകൂടാണ്ട് ഇപ്പോൾ റോട്ടാണെങ്കിലും ലാബാണെങ്കിലും ഹെവി സൈസും ഉണ്ട്, അല്ലാണ്ട് സ്റ്റാൻഡേർഡ് സൈസും ഉണ്ട്. അത് ഹെവി സൈസ് വരുമ്പോൾ രണ്ടെണ്ണത്തിലും ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ വരുന്നത് ഫുഡ് ആൻഡ് മെയിൻ്റെനൻസ് ആണ്. ഇവർക്ക് രണ്ടുപേർക്കും ഏകദേശം നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റി ഫുഡാണ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ ബാക്കിയുള്ള സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ വരുവാന്നുണ്ടെങ്കിൽ
ലാബിനാണ് റോട്ടിനേക്കാളും കുറച്ചും കൂടി സപ്ലിമെന്റ്സും കാര്യങ്ങളും നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നത്. അവരുടെ സ്കിൻ കെയർ ഇമ്പോർട്ടൻ്റ് ആണ്. ലാബിനെ റോട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സ്കിൻ കെയർ സപ്ലിമെന്റ്സ്, പിന്നെ അതുകൂടാണ്ട് പ്രോപ്പറായിട്ട് ബ്രഷിങ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. റോട്ടിന് അത്രയും ബ്രഷിങ് വരുന്നില്ല. റോട്ടിൻ്റെ പൊതുവെ ഷോർട്ട് കോട്ടഡ് ആണ്. പിന്നെ അതുകൂടാണ്ട് ഈ ലാബിന് നമ്മൾ ചെയ്യുന്ന പോലെ അങ്ങനെ ബ്രഷിങ് വരുന്നില്ല. പിന്നെ സപ്ലിമെന്റ്സ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കോട്ട് സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. ആകെ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ മൾട്ടി വിറ്റാമിൻ, അത് 2 എണ്ണത്തിനും ഉണ്ട്. മൾട്ടി വിറ്റാമിൻ, പിന്നെ മറ്റേ ലാബിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ട് മാത്രം നമ്മൾ കോട്ട് സപ്ലിമെന്റ്സും കൊടുത്താൽ മതി. ബാക്കി കാൽഷ്യം ഡെഫിഷ്യൻസി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും റോട്ടിന് പൊതുവേ കണ്ടുവരാറില്ല. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡയറ്റിൽ അപര്യാപ്തത ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ റോട്ടിന്റെ കേസിൽ നമ്മൾ ബോണൊക്കെ വളയുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നുള്ളൂ. പക്ഷെ ലാബിന് കാൽഷ്യത്തിന്റെ പ്രശ്നം ഉണ്ടാവുമ്പോൾ ഈ ബോൺ ബെൻഡാവുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോഴാണെങ്കിലും ഫുഡ് ആൻഡ് മെയിൻ്റെനൻസ് നമുക്ക് ലാബിനേക്കാളും കുറച്ചും കൂടി എളുപ്പം റോട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇവരെ എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ഡോഗ്സ് ഏറ്റവും സൂട്ടബിൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. റോട്ടിൻ്റെ കേസ് എടുക്കുമ്പോൾ അത്യാവശ്യം ഒരിത്തിരി ഡോഗ്സിന് ഇഷ്ടപ്പെടുന്നവരും പിന്നെ അതുകൂടാണ്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ളവരും ആയിരിക്കണം റോട്ടിനെ മേടിക്കേണ്ടത്. കാര്യം പിന്നെ അതുകൂടാണ്ട് നല്ലൊരു ഗാർഡ് ഡോഗ് വേണം എന്ന് കൂടി നിർബന്ധമുള്ളവർക്കാണ് റോട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതേസമയം നിങ്ങൾക്ക് കുറച്ച് സമയമൊക്കെ കുറവാണ്, നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡോഗ് ബ്രീഡ്, ഫ്രണ്ട്ലി മീൻസ് എല്ലാവരുടെ അടുത്തും, നിങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം വരുന്നവരുടെ അടുത്തൊന്നും പ്രത്യേകിച്ച് വലിയ അഗ്രഷനും കാര്യങ്ങളൊന്നും കാണിക്കാത്ത, അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാവരുമായിട്ട് ഇണങ്ങുന്ന ഒരു ഡോഗ് ബ്രീഡ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാബ് ചൂസ് ചെയ്യുക. രണ്ടും ഫാമിലി ഡോഗ് തന്നെയാണ്. ഇപ്പോൾ ലാബിനെ പോലെ തന്നെ അത്ര തന്നെ നമ്മളുടെ വീട്ടുകാരുടെ അടുത്ത് സ്നേഹവും എല്ലാം കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡ് തന്നെയാണ് റോട്ട്. കുറേ പേരുടെ ഒരു സംശയമാണ് റോട്ട് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡ് ആണോ എന്ന് ചോദിച്ച് കുറേ മെസ്സേജ് ഉണ്ട്. അത് ശരിക്കും എന്താ പറയുക, ഓണർ, ആ വളർത്തിയ ആ ഒരു വ്യക്തി ഈ ഡോഗിനെ കുറിച്ച് ശരിക്കും ബോധമില്ലാത്തതുകൊണ്ടാണ് റോട്ടിന് അഗ്രസീവ് ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള റീസൺ ഒരിക്കലും ആ ഒരു ബ്രീഡിന്റെ ഒരു തെറ്റല്ല, നമ്മൾ ആ വളർത്തുന്നതിലുള്ള മിസ്റ്റേക്കാണ്. ടൈം ഉണ്ട്, നിങ്ങൾക്ക് ആ ടൈം ആ ഡോഗിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റോട്ട് വളരെ നല്ല, ലാബിനെ പോലെ തന്നെ, ലാബിൻ്റെ അത്ര തന്നെ സ്നേഹവും എല്ലാം കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡ് തന്നെയാണ് നമ്മളുടെ ഫാമിലിയുടെ അടുത്ത്. പിന്നെ വളരെ പ്രൊട്ടക്റ്റീവായിട്ട് ഉള്ള ഒരു മെൻറ്റാലിറ്റി, പ്രൊട്ടക്റ്റിംഗ് മെൻറ്റാലിറ്റിയും കൂടി കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡാണ് റോട്ട്. അതേസമയം ലാബ് എന്ന് പറഞ്ഞാൽ വളരെ ലവിങ് ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ട്രെയിൻ ചെയ്യാം. ഗാർഡ് ഡോഗ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റിംഗ് ഡോഗ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രെയിൻ ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഡോഗ് ബ്രീഡാണ്. പിന്നെ അവർക്ക് ബ്രഷിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ റോട്ടിന് വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു ഇത്തിരി എക്സ്ട്രാ കെയർ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ 2 ഡോഗ്സിനെയും നമുക്ക് വീട്ടിൻ്റെ അകത്തിട്ട് വളർത്താനാണെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡോഗ് ബ്രീഡ് തന്നെയാണ്. പിന്നെ ലാസ്റ്റ് പ്രൈസ് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവ രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലാബാണ് നമുക്ക് കുറച്ച് കുറഞ്ഞ പ്രൈസിന്, കുറഞ്ഞ ബജറ്റിന് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഡോഗ് ബ്രീഡ്. ഇനി ഈ 2 ഡോഗ് ബ്രീഡ്സിലും ഏതാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ ഏതിനെ സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു ക്വസ്റ്റ്യന് ആൻസർ പറയുന്നത്, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ആവശ്യത്തിനാണ് നിങ്ങൾ ഡോഗ്സിനെ സെലക്ട് ചെയ്യേണ്ടത്. ചിലവർക്ക് എന്താ പറയുക, നല്ലൊരു ഗാർഡിങ് എബിലിറ്റി ഉള്ള ഒരു ഡോഗ് ആയിരിക്കണം. ചിലവർക്ക് അത്യാവശ്യം പെറ്റായിട്ടുള്ള ഒരു ഡോഗ് ആയിരിക്കണം. നമ്മൾ പെറ്റ്സിനെയൊക്കെ വളർത്തുന്ന പോലെ ഒരു പെറ്റ് ഡോഗ്, പിന്നെ അതുകൂടാണ്ട് അതിൻ്റെ കൂടെ ചെറിയൊരു ഗാർഡിങ് എബിലിറ്റി കൂടിയുള്ള ഒരു ഡോഗ്. അങ്ങനെയുള്ളവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ലാബാണ്. പക്ഷെ നിങ്ങൾക്ക് പക്ക ഒരു നല്ലൊരു പെറ്റ്, പിന്നെ അതുകൂടാണ്ട് നല്ലൊരു ഗാർഡ് ഡോഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റോട്ടിന് പക്ഷെ നിങ്ങൾക്ക് സമയവും കൂടി വേണം. സമയമില്ലാത്തവർ ഒരു കാരണവശാലും റോട്ടിനെ അഡോപ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഈ 2 ഡോഗ് ബ്രീഡിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡോഗ് ബ്രീഡ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നത് ഏത് ഡോഗ് ബ്രീഡിനാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് കൂടാണ്ട് ഇനി അടുത്ത് നിങ്ങൾക്ക് കമ്പാരിസൺ ഏതൊക്കെ ഡോഗ് ബ്രീഡ്സ് തമ്മിലാണ് വേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, ദെൻ ഹാവ് എ നൈസ് ഡേ.